ഹലോ, അപ്പോൾ ഫൈൻഡിങ് എക്സ് എന്ന് പറയുന്നത് 10th-ലായെങ്കിലും ഏത് ബേസിക് ക്ലാസ്സിലാണെങ്കിലും നമ്മൾ കുറേയേറെ കാണും. അപ്പോൾ പല കുട്ടികളും ഇവിടെ എത്തുമ്പോൾ തെറ്റിക്കാറാണ് പതിവ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല രീതിക്ക് വൃത്തിക്ക് തെറ്റിക്കാതെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഫസ്റ്റ് ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ട് ഒരു ഈക്വൽ ടു ഉണ്ടാവും, അതിൻ്റെ ഇപ്പുറത്തും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇപ്പോൾ x+2 ഇവിടെ നിന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു നമ്പർ ആവാം, അല്ലെങ്കിൽ ഇവിടെ ഒരു x+y ഉണ്ട്, ഇവിടെ വേറെ ഒരു x ഉള്ള ടേം ആവാം. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതുന്ന ഈ പരിപാടിനെ നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കും. മെയിനായിട്ട് ഫസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇക്വേഷനിൽ വൺ വേരിയബിൾ ഉള്ള കേസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇനി നിങ്ങൾ അതും ഫസ്റ്റ് ഡിഗ്രി, അതായത് എക്സിന് പവറൊന്നും പാടില്ല. എക്സിന് പവർ വരുമ്പോൾ, എക്സിന് സ്ക്വയർ വരുമ്പോൾ അതൊക്കെ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10th ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അവിടെ കൃത്യമായൊരു ഫോർമുല ഉണ്ട്, അത് വെച്ച് പഠിക്കും. അപ്പോൾ അത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ എക്സിനെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് ഇവിടെ എക്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ ബാക്കി ആരുണ്ട്? ഒരു +2 ഇല്ലേ? ഈ +2നെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയിക്കൂടെ? ഈ +2 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആവട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ എക്സ് മാത്രം മതി. ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്, അതിന് ആദ്യം എഴുതണേ. പിന്നെ ഈ +2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -2 ആവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ, സൈഡ് മാറുമ്പോൾ, ഈക്വൽ ടുവിൻ്റെ അപ്പുറം മാറുമ്പോൾ പ്ലസ് ഉള്ളത് എന്താവും? മൈനസ് ആവും. ഓക്കെ, ഇനി മൈനസ് ആണെങ്കിൽ അതെന്താവും? പ്ലസ് ആവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇൻറ്റു ആണെങ്കിൽ അത് അപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഡിവിഷൻ ആണെങ്കിൽ അപ്പുറം പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. ഈ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്താൽ പോരെ? എന്ത് വരും? x = 5 - 2 3 എന്ന് വരും. ക്ലിയർ ആണോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്നുകൂടി ഡിഫറെൻ്റ് ആണ്. ഇവിടെ നോക്കി നോക്ക്. ഇവിടെ നമുക്ക് എക്സ് ഉള്ളതിനെ മാത്രം മതി. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത മാതിരി ഇവിടെ ഒരു -3 വേറെ നിൽക്കുന്നുണ്ട്, അതിനെ ആദ്യം അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോൾ എന്തുണ്ടാവും? ഈ പുറത്ത് ഇനി ആരൊക്കെ ബാക്കി ഉണ്ടാവും? 4x = 29 അപ്പുറത്ത് ഓൾറെഡി ഉണ്ട്. -3 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +3 ആവും. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും? 4x = 29 + 3 32 എന്ന് വരും. ക്ലിയർ ആണോ? ഇനി ഈ 4x എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? 4 × x എന്നല്ലേ? 4 × x = 32. അപ്പോൾ ഇൻറ്റു 4 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു /4 ആവും. അപ്പോൾ എന്ത് വരും? 32 ആണേ, 32. അപ്പോൾ 32 × 4 അപ്പുറം വരുമ്പോൾ 32 അവിടെ ഓൾറെഡി ഉണ്ട്, 32/4 എന്നാവും. അപ്പോൾ എന്ത് വരും? 32/4 8 എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ബൈ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? 3x/2 = 9. അപ്പോൾ ആദ്യം നമുക്ക് ഈ /2 അല്ലേ സെപ്പറേറ്റ് നിൽക്കുന്നത്, അതിനെ അങ്ങോട്ട് ഒഴിവാക്കാം. /2 അപ്പുറം പോകുമ്പോൾ എന്താവും? × 2 ആവും. ഡൗട്ടില്ലല്ലോ? അപ്പോൾ എന്താവും? 3x = 9 × 2 എന്നാവും. ഡൗട്ടില്ലല്ലോ? അപ്പോൾ എന്ത് വരും? 3x = 18 എന്ന് വരും. അല്ലെങ്കിൽ x എന്ത് വരും? 18/3 = 9 എന്ന് വരും. ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നോക്കാം. ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടിയും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ, ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ എല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന +1 അപ്പുറത്ത് കൊണ്ടുപോകണം. ആണോ? അപ്പോൾ എന്തുണ്ടാവും? 6x + 2/5. ഇനി ഇവിടെ ബാക്കിയുണ്ട്. ആദ്യം ഓരോരുത്തരായി കൊണ്ടുപോയി കാണിക്കാം. അപ്പോൾ 21 - 1 20 എന്ന് വരും. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ /5 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 6x + 2 = ഇവിടെ 20 ഉണ്ട്. /5 അപ്പുറം പോകുമ്പോൾ എന്താവും? × 5 ആവും. ഡൗട്ടില്ലല്ലോ? അപ്പോൾ എന്ത് വരും? 6x + 2 = 20 × 5 എന്ത് വരും? 100 എന്നാവും. ഓക്കെ, അപ്പോൾ 6x + 2 = എന്ത് വരും? 100 ആയി. അല്ലെങ്കിൽ 6x നമുക്ക് ഈ +2നെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോയിക്കൂടെ? അപ്പോൾ എന്താവും? 100 - 2 എന്നാവും. അല്ലെങ്കിൽ 6x = 98 എന്നാവും. x അപ്പം എന്ത് വരും? x എന്ത് വരും? 98/6 എന്ന് വരും. അത് എത്രയെന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ്?
98/6. ഇത് ഡിവിസിബിൾ അല്ലല്ലോ, അല്ല കറക്റ്റ് പോയില്ല. നമുക്കിതിനെ മാക്സിമം ക്യാൻസൽ ആക്കി എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഡെസിമൽ ആക്കിയിട്ട് അങ്ങനെ എഴുതാം. ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ ക്യാൻസൽ ആക്കി എഴുതിയാൽ മതി. 2നെയും 2 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഇപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 49 വരും. 49/3 എന്ന് വരും കേട്ടോ. ഇതായിരിക്കും ആൻസർ. ഇത്ര എഴുതി വെക്കുക. ക്ലിയർ ആണ് കരുതുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഇൻറ്റിജർ വാല്യൂ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതില് നമ്മൾ ഒരുവിധം എല്ലാതും പറഞ്ഞു. ഇനി വെറൈറ്റി ആയിട്ടുള്ള ഒന്നും കൂടി, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എക്സ് വരികയാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ഉള്ളതിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരിക, ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ ടുവിൻ്റെ ഒറ്റ ഭാഗത്തേക്കും. അപ്പോൾ ഇവിടെ 7x ഉണ്ട്. ഇനി ഈ 2x, വെറും 2x എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം +2x അല്ലേ? +2x ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? -2x ആവും. ഓക്കെ, ഇനി അപ്പുറത്ത് ഓൾറെഡി ഒരു 4 ഉണ്ട്. ഇനി ഇവിടെ ഉള്ള -6 അപ്പുറം പോകുമ്പോൾ എന്താവും? +6 ആവും. ക്ലിയർ ആണോ? അപ്പം എന്ത് വരും? 7x - 2x. അപ്പോൾ x എന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം, അതിന്ന് 2x കൂടി കുറച്ചോ, ബാക്കി എന്തുണ്ടാവും? 5x ഉണ്ടാവും. എക്സാമ്പിൾ ഇപ്പോൾ പെൻസിലാണെങ്കിൽ 7 പെൻസിലിൽ നിന്ന് 2 പെൻസിൽ കുറച്ചു, 5 പെൻസിൽ. എക്സിൻ്റെ സ്ഥാനത്ത് പെൻസിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 5x, 7x - 2x 5x, ബാക്കി ഒന്നുണ്ടാവും? 6 + 4 10 വരും. അപ്പോൾ x കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 5x എന്ന് എഴുതി കഴിഞ്ഞാൽ × 5 എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് വരും? 10 ഇങ്ങോട്ട് വരുമ്പോൾ 10/5 എന്നാവും. അല്ലെങ്കിൽ x എന്ത് വരും? 2 എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു.